ഹലോ ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. കുറേ നാളുകൾക്ക് മുന്നേ എൻ്റെ ചാനലിൽ ഞാൻ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ മാത്രമല്ല, എൻ്റെ ഫുൾ ബെഡ് ടൈം റൂട്ടീനിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതായത് സ്കിൻ, പിന്നെ ഹെയർ, പിന്നെ എന്തൊക്കെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. ഈ കറണ്ട് അടിച്ച മുടിയായിട്ട് ഞാനിവിടെ എന്താണ് ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? ഇതേ കുളി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഓർഗാനിക് ആയിട്ട് നിൽക്കുകയാണ്, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ആകെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ബോഡിയിൽ ഇതേ ഈ ഒരു മോയ്സ്ചറൈസർ തേച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ. ഇതിന്റെ പേര് സിറോ എന്നാണ്. ഇതൊരു ഓസ്ട്രേലിയൻ പ്രോഡക്റ്റ് ആണ്. കാനഡയിൽ ഇത് അത്ര അങ്ങോട്ട് ഈസിലി അവൈലബിൾ അല്ല. ഇതാകെ കിട്ടുന്നത് ഹോം സെൻസ് എന്ന് പറയുന്ന ഷോപ്പിലാണ്. ഹോം സെൻസിലും വിന്നേഴ്സിലും ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഈ ഒരു ഗോഡ് മിൽക്ക് ആൻഡ് കൊളാജൻ അടങ്ങിയ ഒരു ഫോമുലയാണ് ഏറ്റവും നല്ലത്. ഡ്രൈ സ്കിന്നിന് ബെസ്റ്റ് ആണത്. ഇതിനകത്ത് കൊളാജൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതെനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു പ്രോഡക്റ്റ് ആണ്. ഒരുപാട് മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഫൈനലി എനിക്ക് ഇതൊരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് തോന്നി. പക്ഷെ ഇത് എപ്പോഴും ഹോം സെൻസിൽ കാണാറില്ല. കാണുമ്പോഴൊക്കെ ഞാൻ ഉള്ള ബോട്ടിൽ എല്ലാം എടുത്തോണ്ട് വരാറുണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ നോക്കി. ഇത് ഒരിടയ്ക്ക് ടിക്ടോക്കിൽ ഭയങ്കര വൈറലായിരുന്നു. പക്ഷെ ഇത് കാനഡയിൽ അത്ര അങ്ങോട്ട് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതലൊന്ന് ഹൈപ്പ് അടിക്കാത്തത്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ അങ്ങോട്ട് ഈസി ആയിരിക്കത്തില്ല. സൺഡേയിലത്തെ ഷവർ എനിക്ക് എപ്പോഴും ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും കേട്ടോ. ഇന്നത്തെ സൺഡേ എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര സ്നോ സ്റ്റോമും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തെങ്ങും പോകുന്നത് വലിയ സേഫ് ആയിട്ട് തോന്നിയിരുന്നില്ല. നന്നായിട്ട് അത്യാവശ്യം മഞ്ഞ് മാറ്റാനും ഉണ്ടായിരുന്നു വീടിന്റെ മുന്നിലൊക്കെ തന്നെ. അപ്പൊ ഇന്ന് മാക്സിമം ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. അയാനുമായിട്ടൊക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ കുറച്ച് സ്കിൻ കെയർ, പിന്നെ വീട്ടിലെ കുറെ പണികളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നൈറ്റിൽ ബെഡിൽ പോകുന്നതിന് മുന്നെയാണ് ഞാനൊന്ന് ഷവർ എടുത്തത്. അപ്പൊ ഷവർ എടുത്ത കൂട്ടത്തിൽ ഞാൻ ഇന്ന് ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയർ വാഷ് ചെയ്യുന്നത് കാനഡയിൽ വന്നിട്ടാണ് എനിക്കൊരു ചടങ്ങായിട്ട് തോന്നിയത്. കാരണം മുടി ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനിപ്പോൾ ഹെയർ ഡ്രയർ ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഇവിടെ വന്നേ പിന്നെയാണ്. അതുമല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹെയർ വെറ്റ് ആയി കഴിഞ്ഞാൽ ഒത്തിരി നേരം അതിനെ ഇങ്ങനെ ഡാംപ് ആയിട്ട് ഇടാൻ പാടില്ല എന്നുള്ളത് ഞാൻ ഹെയർ ബോട്ടോക്സ് ചെയ്ത സമയത്ത് എന്റെ ഹെയർ സ്റ്റൈലിസ്റ്റ് പറഞ്ഞു തന്നിട്ടുള്ളതായിരുന്നു. അതിൽ പിന്നെ ഞാൻ എപ്പോൾ ഷവർ കഴിഞ്ഞാലും മുടി നന്നായിട്ട് ഉണക്കാൻ നോക്കും. നാട്ടിലാണെങ്കിൽ ഒന്ന് ഫാൻ ഇട്ട് അതിന്റെ ചൂട്ടിലൊന്ന് ഇരിക്കുമ്പോൾ തന്നെ മുടി ഉണങ്ങുമായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ ഞാൻ ഹെയർ ഡ്രയർ യൂസ് ചെയ്യാണ്ട് വേറെ ഒരു വഴിയില്ല. ഇപ്പൊ ഇന്ന് ഞാൻ എന്റെ ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ബ്ലേഡ് വെച്ചിട്ടാണ് ഞാൻ എന്റെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാറ്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. നിങ്ങൾക്ക് എല്ലാം അറിയുന്നുണ്ടാവും ഈ ഒരു സാധനത്തിനെ കുറിച്ചിട്ട്. അപ്പൊ ഇന്ന് നമുക്ക് നൈറ്റില് ഒരു റൊട്ടീൻ തുടങ്ങുന്നത് എന്റെ ഹെയർ ഡ്രൈ ചെയ്യുന്നതിൽ നിന്നാവാം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഹെയർ ഡ്രൈ ചെയ്യുന്നതിന് മുന്നേ ഹെയറിൽ ഒരു ഹീറ്റ് റെസിസ്റ്റന്റ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ മുടി ബൈ ബൈ പറഞ്ഞ് നിങ്ങളെ വിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും. അതുകൊണ്ട് തന്നെ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യാൻ ഓർക്കുക. ഞാൻ എന്റെ മുടി ഫസ്റ്റ് കളർ ചെയ്യുന്നത് കാനഡയിൽ വന്നിട്ടാണ്. അന്ന് തൊട്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ഈ ഒരു പ്യൂറിയോളജിയുടെ കളർ ഫനാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് മുടിയുടെ കളർ പ്രൊട്ടക്ട് ചെയ്യും, ഹീറ്റ് റെസിസ്റ്റന്റും ആണ്. മാത്രമല്ല മുടിക്ക് നല്ലൊരു ടെക്സ്ചർ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അത് അടിച്ച് ചെയ്യുമ്പോൾ തന്നെ. ഇതും എനിക്ക് ഞാൻ ഇവിടെ വന്നിട്ട് ആ മുടി ഹെയർ കട്ട് ചെയ്തെടുത്തെന്നുള്ള ഒരു റെക്കമെൻഡഡ് പ്രോഡക്റ്റ് ആയിരുന്നു. ഇവരുടെ തന്നെ ഷാമ്പൂവും കണ്ടീഷണറും ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഞാനൊന്ന് ചേഞ്ച് ആക്കിയത്. ഇതൊരു നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ എന്നാലും വളരെ നല്ല റിസൾട്ട് തരും. വളരെ കുറച്ച് പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്താൽ മതി, ഒത്തിരി നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇത് അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഹെയർ ഡ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. എന്റെ മുടി ഞാൻ ലാസ്റ്റ് ഇയറിൽ നാനോപ്ലാസ്റ്റിയ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി എന്റെ മുടി നേരത്തെ ഒരു വേവി ടെക്സ്ചർ ആയിരുന്നു. ഇപ്പൊ അതൊരു സ്ട്രെയിറ്റ് ടെക്സ്ചർ ആയിട്ടുണ്ട്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞാൻ ഹെയർ സ്ട്രെയിറ്റ്നർ ആണ് ഡ്രയർ ആയിട്ടും യൂസ് ചെയ്യാറുള്ളത്. ഇത് ഡൈസന്റെ ഒരു ഹെയർ ഡ്രയർ പ്ലസ് സ്ട്രെയിറ്റ്നർ ആണ്. ഇവർ പറയുന്നത് ഒരു 3 സ്ട്രോക്കിൽ നിങ്ങൾ ഒരു കുറച്ച് മുടി എടുത്തിട്ട് ഒരു 3 വട്ടം ഇതിങ്ങനെ ഡ്രൈ ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും എന്നാണ് പറയുന്നത്. ശരിക്കും അതങ്ങനെ വർക്ക് ആവാറുണ്ട് കേട്ടോ എൻ്റെ കേസിൽ. ഹെയർ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഹെയർ സെറം അപ്ലൈ ചെയ്യാറുണ്ട്. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഈ പിൽഗ്രിമിന്റെ അഡ്വാൻസ്ഡ് ഹെയർ ഗ്രോത്ത് സെറം ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇതിനകത്ത് അഗെയിൻ റെഡൻസിലൊക്കെ പോലത്തെ കണ്ടന്റ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതെല്ലാം വളരെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന എലമെന്റ്സ് ആണ്. അത് ലാസ്റ്റ് ഇയർ ഞാനൊന്ന് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. വെതറിന്റെ ആണോ അതോ വാട്ടറിന്റെ ആണോ എന്ന് അറിയില്ല. എനിക്ക് നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഒരു സാധനം. ഇതിവിടെ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതെന്നെ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹെയർ ഗ്രോത്ത് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ ഹെയർ ഫോൾ ഒക്കെ കുറയ്ക്കാൻ
കുറയ്ക്കാനാണെങ്കിലും കുറേയൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഞാൻ ഈ ഒരു ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ ഒരു സെറം യൂസ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ ഡയറക്റ്റ് ഇതിനൊരു സ്പ്രേ നോസിലാണുള്ളത്, പക്ഷേ ഇതല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരു ഹെയർ സെറം ആപ്ലിക്കേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ആ പ്രോഡക്റ്റ്. ഇത് ഞാൻ ടിമൂന്നോ ആമസോണിൽ നിന്നോ കണ്ടോ വാങ്ങിയതാണ് കേട്ടോ. ഇത് തലയ്ക്ക് ചെറുതായിട്ട് നമുക്കൊരു മസാജ് ചെയ്യുന്ന ഒരു എഫക്റ്റും കിട്ടും, നന്നായിട്ട് ഇത് അബ്സോർബ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആ സെറം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഓൾറെഡി തന്നെ ഇത് ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ, കാരണം ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കിതിങ്ങനെ ബാക്കിലൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിനകത്തുനിന്ന് ആ ഒരു സെറം റിലീസായി വരും. അങ്ങനെയാണ് ഞാനിത് ഹെയറിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. നന്നായിട്ട് ഹെയറിലെല്ലാം ഈവൻ ആയിട്ട് ഇതങ്ങ് എത്തിച്ചേരാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഹെയർ സെറം ഞാൻ ഹെയറിലെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കളർ ചെയ്തിട്ടുള്ള ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒന്ന് കുളി കഴിഞ്ഞ് നമ്മൾ ഹെയർ ഡ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്പ്ലിറ്റൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു കളർ ഏരിയാസ്, ബ്ലീച്ച് ചെയ്തിട്ടുള്ള ഏരിയാസ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഏരിയാസിൽ ഞാൻ ചെറുതായിട്ടൊരു നോൺ സ്റ്റിക്കി ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. ഇത് സെഫോറയിൽ നിന്ന് വാങ്ങിയ ഒരു പ്രോഡക്റ്റാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. ചെറുതായിട്ടൊരു നല്ല മണവും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിന്ന് ഞാനൊരു 2 സ്പ്രേ എടുത്തിട്ട് എൻ്റെ ഹെയറിൻ്റെ ആ ഒരു എൻഡിൽ മാത്രം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇനി അടുത്തതായിട്ട് പ്യൂരോളജിയുടെ ആ സെയിം പ്രോഡക്റ്റ് തന്നെയാണ് ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അത് ഈ പ്രൊട്ടക്റ്റിൻ്റെ മാത്രമല്ല, നല്ലൊരു ഹെയർ സ്റ്റൈലിംഗ് ഏജൻറ്റ് കൂടിയാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വെച്ചിട്ട് ഹെയർ ഒന്ന് ഒതുക്കി വയ്ക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ കയ്യിൽ ഒരു 3 പമ്പ് അടിച്ചിട്ട് ജസ്റ്റ് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തേക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇത് അത്യാവശ്യം കുറച്ച് സ്റ്റിക്കി ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രൈ ചെയ്യാൻ നേരത്ത് കുഴപ്പമില്ല, അല്ലാതെ നമ്മളിങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ മുടി ഒരുപാട് ഒതുങ്ങിയതുപോലെ തോന്നിക്കും. അല്ലെങ്കിൽ നമുക്ക് അത്രയും പ്രോഡക്റ്റിൻ്റെ ആവശ്യമില്ല. ഹെയർ സ്പ്രേ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്താലും മുടി നന്നായിട്ട് ഒതുങ്ങി അങ്ങിരുന്നോളൂ. മുടി ഇനി രാത്രി കിടക്കാൻ നേരം ഞാൻ ചെറുതായിട്ട് ഒന്ന് പിന്നിയതുപോലെ ആക്കി അറ്റം നന്നായിട്ട് ടൈ ചെയ്തിട്ടാണ് കിടക്കാറ്. എൻ്റെ മുടി ലൂസ് ഹെയർ ആയിട്ട് ഞാൻ ഇട്ടേക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ടാവും നെക്സ്റ്റ് മോർണിംഗിൽ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒന്ന് ടൈ ചെയ്ത് വെക്കാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ ഹെയറിൽ കുറേ ചേഞ്ച് വരാൻ തുടങ്ങി എന്ന് എനിക്ക് തോന്നിയത് ഞാൻ എൻ്റെ കുറേ ഹെയർ ആക്സസറീസിൽ വന്ന മാറ്റങ്ങൾ ഉണ്ടാക്കിയപ്പോഴത്തേക്കുമാണ്. കാരണം ഒന്ന്, ഞാൻ വുഡൻ കോംബ് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എൻ്റെ സ്ക്രഞ്ചീസ് ആയാലും പിന്നെ പില്ലോ കേസ് ആണെങ്കിലും ഞാൻ രാത്രി ഒരു ഹെയർ റാപ്പായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണെങ്കിലും സിൽക്കിന്റെ സാധനങ്ങൾ വാങ്ങിയപ്പോഴത്തേക്കും അതെന്റെ ഹെയർ ലോസിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറയ്ക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ മുടി ഞാൻ ഇങ്ങനെ പിന്നി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് മുടി ഒന്ന് ഒതുക്കി വെക്കാം. അപ്പോൾ ഹെയറിന്റെ കാര്യം അവിടെ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് കുറച്ച് ഡെന്റൽ ഹൈജീൻ ആവാം. എപ്പോഴും നമ്മൾ നൈറ്റിൽ സ്കിൻ കെയർ ചെയ്യുന്നതിന് മുന്നെയാണ് പല്ല് തേക്കേണ്ടത്. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രഷ്. കാണാൻ വലിയ മേനയൊന്നുമില്ലാന്ന് എനിക്കറിയാം. ഇത് ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള പേസ്റ്റ് ആണ്. ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡെന്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ക്യാവിറ്റീസ് ഒക്കെയും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നൈറ്റിൽ എപ്പോഴും ഫ്ലൂറൈഡ് അടങ്ങിയ പേസ്റ്റ് വെച്ചിട്ട് തേക്കുന്നത് നല്ലതാണെന്ന്. അപ്പോൾ ഇതൊരു ചെറിയ എമൗണ്ട് എടുത്താൽ മതി കേട്ടോ. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നതിൻ്റെ അത്രയും വേണ്ട, ചെറിയൊരു പേളിൻ്റെ അത്ര എമൗണ്ട്, കുഞ്ഞൊരു എമൗണ്ട് മതി. അപ്പോൾ നമുക്ക് പല്ല് തേക്കാം. അപ്പോൾ അത് പല്ല് തേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫേസിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു സ്കിൻ കെയർ തുടങ്ങുന്നതിന് മുന്നേ ഇന്നത്തെ ഞാൻ ചെയ്ത കാര്യങ്ങൾ, ഒന്ന്, ഞാനിന്ന് 2.3 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ 8000 സ്റ്റെപ്പ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നൈറ്റിൽ കിടക്കുന്നതിന് മുന്നേയുള്ള സപ്ലിമെന്റ്സ് ഒക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും സപ്ലിമെന്റ്സ് നൈറ്റിലാണ് എടുക്കാറ് കേട്ടോ. കാരണം മോർണിംഗ് ഞാൻ ജോലിക്ക് പോകുന്ന തിരക്കിന്റെ ഇടയിൽ അത് എപ്പോഴും മറന്നു പോകും. അതുകൊണ്ട് നൈറ്റിലാണ് ഞാൻ മിക്കപ്പോഴും കഴിക്കാറ്. വൈറ്റമിൻ സി ഞാൻ ഡെയിലി കഴിക്കാറുണ്ട്. കാരണം അത് ജസ്റ്റ് ഇങ്ങനെ അലിയിച്ചിറക്കുന്ന ഒരു ക്യാൻഡി പോലത്തെ ഒരു ടാബ്ലറ്റ് ആണ്. അതുകൊണ്ട് അത് ഞാൻ ഡെയിലി എടുക്കും. ബാക്കി കൊളാജൻ, മൾട്ടി വൈറ്റമിൻ, വൈറ്റമിൻ ഡി, ഒമേഗ 3 ഇത്രയും സാധനങ്ങളാണ് നൈറ്റിൽ ഞാൻ എടുക്കുന്ന എൻ്റെ സപ്ലിമെന്റ്സ്. അപ്പോൾ അതൊക്കെ ഞാൻ ഓൾറെഡി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു തന്ന എന്താണ്, നമുക്ക് ഫേസിലോട്ട് പോകാം. ആദ്യം ഞാൻ ഡബിൾ ക്ലെൻസിങ് ചെയ്യും. കാരണം ഡേ ടൈമിൽ സൺസ്ക്രീൻ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു റെസിഡ്യൂ മുഖത്തുണ്ടെന്നുണ്ടെങ്കിൽ അതെനിക്ക് പണി കിട്ടാറുണ്ട്. ഇടയ്ക്കെങ്കിലുമൊക്കെ എനിക്ക് പിമ്പിൾസ് അത് കാരണം വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഡബിൾ ക്ലെൻസിങ് നൈറ്റിൽ ചെയ്യാറുണ്ട്. ഞാൻ നൈറ്റിൽ മിസല വാട്ടറും കോജിസാന്റെ സോപ്പും വെച്ചിട്ടാണ് വാഷ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ വേണമെങ്കിൽ ബേബി ഓയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫേഷ്യൽ ഓയിലൊക്കെ വെച്ചിട്ട് ക്ലെൻസ് ചെയ്യാം. മിസല വാട്ടർ യൂസ് ചെയ്തിട്ട് ആദ്യം ഒന്ന് ക്ലെൻസ് ചെയ്യാം. ഇതിൻ്റെ ഒക്കെ കോലം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാനിതൊക്കെ എന്തോരം യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏതാനും ഡ്രോപ്സ് നമുക്ക് ഈ ഒരു കോട്ടൺ ബോളിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്യാം. എന്നിട്ട് മുഖം ഒന്ന് വൈപ്പ് ചെയ്യാം. ഒത്തിരി ഫോഴ്സ്ഫുള്ളി വൈപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അധികം ഒന്നും മുഖത്ത് ഇല്ല. ഇത് ഇത്രയും ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് മുഖത്തുനിന്ന്. നെക്സ്റ്റ് നമ്മുടെ കോജിസാൻ സോപ്പ് വെച്ച് ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഫേസ് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് നമുക്കൊന്ന് ടവൽ വെച്ചിട്ട് ചെറുതായിട്ട് ഡാബ് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കാം.
മുഖം ദേ റെഡി ആയിട്ടുണ്ട് ബാക്കി പ്രോഡക്റ്റ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഡബിൾ ക്ലെൻസിങ് ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ബാക്കി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഓരോ സ്കിൻ കെയർ പ്രോഡക്റ്റും നന്നായിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം ഫേസിൽ എന്നും നമുക്കൊരു എക്സ്ഫോളിയേഷൻ കിട്ടുന്നത് പോലെയാണ് ഈ ഒരു ഡബിൾ ക്ലെൻസിങ് വർക്ക് ആകുന്നത്. ഞാൻ എൻ്റെ മോർണിംഗ് സ്കിൻ കെയറിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എപ്പോഴും ഈ ഒരു ഫെർമെന്റഡ് റൈസ് വാട്ടർ എൻ്റെ ഫേസിൽ ഒരു ടോണർ പോലെ യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ ഫേസ് കുറച്ച് ഗ്ലോ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 3 സ്പ്രേ നമുക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇതിനെ ഒന്ന് ടാപ്പ് ചെയ്ത് അബ്സോർബ് ചെയ്യിപ്പിക്കാം. ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്തിട്ട്, ഇപ്പം എന്ത് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്താലും ഒരു 30 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യം പറയാം. ഇത് ആൾസിൻ്റെ ഫെർമെന്റഡ് റൈസ് വാട്ടർ ആണ്. ഇത് സ്കിന്നിനും ഹെയറിനും ഒരുപോലെ യൂസ്ഫുൾ ആണ്. ഞാൻ ഇതിൻ്റെ ഒരു കാര്യം പറയാം കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരൻ കുളിച്ചിട്ട് വന്നാലും ഭയങ്കര ഡ്രൈ ആയിരുന്നു. അപ്പം ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി കൊടുത്തു. പക്ഷെ നല്ല എഫക്റ്റീവ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്കാൽപ്പ് ഡ്രൈ ആണെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഫേസിൽ ഞാൻ ഇത് ഒത്തിരി നാളായിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. 1 വർഷമായി തോന്നുന്നു ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷെ എന്റെ ഫേസിൽ എനിക്കിത് നല്ലതായിട്ട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നമുക്കറിയാലോ റൈസ് വാട്ടർ എന്ന് പറയുമ്പോൾ ഇപ്പം കെ ബ്യൂട്ടി വന്നതോടുകൂടി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പൊ ഇത് ഒട്ടും മോശമല്ലാത്തൊരു സാധനമാണ്. ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യുന്ന എപ്പോഴും ടോണിങ് ആണല്ലേ. അപ്പൊ ഇതാണ് എന്റെ ആക്ച്വൽ ടോണർ. ഇത് സെഫോറയുടെ വാട്ടർമെലൻ ഗ്ലോ എന്ന് പറയുന്ന ഗ്ലോ റെസിപ്പിയുടെ ഒരു ടോണറാണ്. ഇതിൽ നിന്ന് ഞാനൊരു 3 ഡ്രോപ്പ് എടുക്കുന്നുണ്ട്. ഇതും ഫേസിലോട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. ഫേസിൽ ഇരുന്ന പ്രോഡക്റ്റ് കഴുത്തിലും കൂടി ഇടാൻ നിങ്ങൾ മറക്കരുത്. ഞാൻ ഇടയ്ക്കൊക്കെ മറന്നു പോകാറുണ്ട് കേട്ടോ. അടുത്ത നമുക്ക് ഈ ഒരു ഭാഗം ഫോക്കസ് ചെയ്യാം. എനിക്ക് കുറച്ച് പണി കിട്ടിയിരിക്കുകയാണ് കേട്ടോ. ഞാനൊരു ലാറ്റിന മേക്കപ്പിൻ്റെ ഷോർട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ മേക്കപ്പ് ബ്രഷിൻ്റെ കുറച്ച് ഹൈജീൻ്റെ കുറവ് കാരണം എനിക്ക് കിട്ടിയ പണിയാണ് ഈ കാണുന്നത്. ഇതിനെ ഒന്ന് വരുതിയിലാക്കാനായിട്ട് ഞാൻ സാലിസിലിക് ആസിഡ് ഒരു 3 ടൈംസ് വീക്ക്ലി യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് പോലെ ജസ്റ്റ് അവിടെ ഒന്ന് ഒരു ഡ്രോപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാലിസിലിക് ആസിഡ് എൻ്റെ ഫേസിൽ നന്നായിട്ട് എഫക്റ്റീവ് ആവാറുണ്ട് കേട്ടോ. കാരണം പിമ്പിൾസ് വരുമ്പോൾ ഞാനിത് റെഗുലറായിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ആ ബ്ലെമിഷസ് ഫെയ്ഡ് ആവാൻ നോർമലി എടുക്കുന്നതിൻ്റെ അത്രയും ടൈം എടുക്കത്തില്ല ഇത് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മുടെ മെയിൻ സാധനം, എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനിലെ മെയിൻ സാധനമാണിത്, റെറ്റിനോള്. ഇപ്പോൾ 25 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. കാരണം നമുക്ക് ഫേസിലെ കൊളാജൻ്റെ പ്രൊഡക്ഷനൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഇലാസ്റ്റിസിറ്റിയും ഫേംനെസ്സും ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട് റെറ്റിനോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. ഇതിപ്പോൾ ഓർഡിനറിയുടെ റെറ്റിനോൾ എമൾഷൻ ആണ്. ഇതിനകത്ത് 0.2% ആണ് അടങ്ങിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു റെറ്റിനോൾ ഞാനിപ്പോൾ ഒരു 6 months ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പം ഞാൻ വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റിയിലുള്ള, അതായത് ലെസ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് സ്റ്റിൽ യൂസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് ഇങ്ങനെ സ്പ്രേ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഇതൊരു യെല്ലോ കളറിലുള്ളതാണ്. അതെ, ഇത്രയും മതിയാവും. പിന്നെ റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റെറ്റിനോൾ ഫീഡിങ് മദേഴ്സ്, പ്രഗ്നന്റ് വിമൻ അല്ലെങ്കിൽ കൺസീവ് ആവാൻ വേണ്ടി ട്രൈ ചെയ്യുന്നവർ ഇത് യൂസ് ചെയ്യരുത്. റെറ്റിനോൾ ഫേസിനെ നന്നായിട്ട് ഡ്രൈ ആക്കും. ഞാൻ എൻ്റെ ഡ്രൈ സ്കിന്നിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റെറ്റിനോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഫേസ് ഹൈഡ്രേറ്റ് ചെയ്തതിന് മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഉറങ്ങാവുള്ളൂ. നിങ്ങൾ അത് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. പിന്നെ റെറ്റിനോൾ എപ്പോഴും നൈറ്റിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. സാലിസിലിക് ആസിഡും അതുപോലെ നൈറ്റിൽ യൂസ് ചെയ്യുന്നതാണ് ഒന്നും കൂടി നല്ലത്. ഇത് ഞാൻ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇത് തേക്കുമ്പോൾ തന്നെ ഒന്ന് ഫേസ് അങ്ങ് ഡ്രൈ ആവാൻ തുടങ്ങും കേട്ടോ. ഇതിൻ്റെ പുറത്തൂടെ ഞാൻ സ്നെയിൽ മ്യൂസിൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. സ്നെയിൽ മ്യൂസിൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. സ്നെയിൽ മ്യൂസിൻ ഒരൊറ്റ ഡ്രോപ്പ് മതി കേട്ടോ. നമ്മുടെ ശരിക്കും ഫേസ് നന്നായിട്ട് കവർ ചെയ്യും. ഇന്നിപ്പോൾ ഞാൻ സാലിസിലിക് ആസിഡാണ് എൻ്റെ ഫേസിൽ സെറമായിട്ട് യൂസ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ നൈറ്റിൽ ഹൈലറോണിക് ആസിഡോ അല്ലെങ്കിൽ നിയാസിനമൈഡോ കോജിക് ആസിഡോ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഞാൻ ഐ സെറമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഇവിടുത്തെ ഹോം സെൻസ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. പേൾ എസൻസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബ്രൈറ്റനിങ് ഐ സെറമാണ്. ഇതിനകത്ത് നിയാസിനമൈഡും വൈറ്റമിൻ സി, ഹൈലറോണിക് ആസിഡും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് ശരിക്കും നല്ലൊരു പ്രോഡക്റ്റ് ആയിരുന്നു. ഈ ഹോം സെൻസിലും പിന്നസിലും ഒക്കെ കിട്ടുന്ന പ്രോഡക്റ്റ് പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ ഈ പ്രോഡക്റ്റ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. കാരണം ഇത് ഒത്തിരി നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. വലിയ ബോട്ടിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ കണ്ണിൻ്റെ മേലെയും താഴെയും കുറച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി എനിക്കിതേ ഈ ഒരു അപ്പർ ആൻഡ് ലോവർ ലിപ്പ് ഏരിയയിൽ കുറച്ച് ഡാർക്ക്നെസ് ഉണ്ട്. ഞാൻ അവിടെയും കൂടി ഇത് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യും. ഇതെനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇത് അപ്ലൈ ചെയ്തേ പിന്നെ എനിക്ക് ഈ ഒരു 2 ഏരിയയിലും കുറച്ച് ആ ഒരു കളറ് ഫെയ്ഡായിട്ട് ഒന്ന് തോന്നാറുണ്ട്. എനിക്ക് കളർ ഫെയ്ഡ് ആകുക മീൻസ് കുറച്ച് ബ്രൈറ്റായി വരുന്നതായിട്ട് തോന്നാറുണ്ട്. അതെനിക്കിങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐയുടെ കെയർ കഴിഞ്ഞു. ചിലപ്പോൾ ഞാൻ കഫീനും യൂസ് ചെയ്യും കേട്ടോ നൈറ്റിൽ. ഒത്തിരി ഞാൻ അടുപ്പിച്ച് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒത്തിരി 16 hours അങ്ങനെയൊക്കെ ഷിഫ്റ്റ് ലോങ് അവേഴ്സൊക്കെ ചെയ്യുമ്പോൾ കണ്ണ് കുറച്ച് പഫി ആവും. അപ്പോഴത്തേക്കും നമുക്ക് കഫീൻ യൂസ് ചെയ്യാം. കഫീൻ പഫിനെസ് കുറയ്ക്കാൻ നല്ലതാണ്. അടുത്ത എൻ്റെ പ്രോഡക്റ്റ് എൻ്റെ ഫസ്റ്റ് വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഫെയ്ഡ് ഔട്ടാണ്, പേരെല്ലാം പോയി കേട്ടോ. അപ്പോൾ ഫെയ്ഡ് ഔട്ട് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇതങ്ങനെ ഒരു മോയ്സ്ചറൈസർ എന്ന കോൺസെപ്റ്റിൽ എനിക്ക് അങ്ങോട്ട് വർക്ക് ആവാറില്ല, പക്ഷെ സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ നല്ലതാണ്. പിന്നെ ഇതുപോലെ തന്നെ മുഖക്കുരു വന്നതിൻ്റെ പാടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഫെയ്ഡ് ആവും കേട്ടോ, പെട്ടെന്ന് തന്നെ അത് പോവും. അപ്പോൾ അതേ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മുഖത്തേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അടുത്തതായിട്ട് ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ മെയിൻ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ ഇതൊരു കെ ബ്യൂട്ടി പ്രോഡക്റ്റ് ആണ്. ഡി ആൽബ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു വൈറ്റ് ട്രഫിൾ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ക്രീമാണ്. ഇതിനകത്തൊരു ക്രീമും സെറവും ഉണ്ട്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 4 ദിവസമായിട്ടുള്ളൂ. ശരിക്കും എൻ്റെ ഫേസിൽ അതിൻ്റെ ചേഞ്ച് ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സെഫോറയിൽ നിന്ന് വാങ്ങിച്ച പ്രോഡക്റ്റ് ആണെങ്കിലും എൻ്റെ കയ്യിൽ വേറെ ഡിയോറിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, അതാണെങ്കിലും ഇത്രയും എൻ്റെ ഫേസിൽ വർക്കായിട്ടില്ല കേട്ടോ. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വെറും 4 ദിവസം ആയിട്ടുള്ളതെന്നുണ്ടെങ്കിലും ആ ഒരു ഗ്ലാസ് സ്കിന്നിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ശരിക്കും തോന്നാറുണ്ട്. അതുപോലെ തന്നെ നൈറ്റിൽ അപ്ലൈ ചെയ്താൽ ഇത് രാവിലെ വരെയും അതുപോലെ തന്നെ നിൽക്കാറുമുണ്ട്. ശരിക്കും ഇത് റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഞാനിത് ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യാം. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഇത് പറ്റുന്നുണ്ടെങ്കിൽ ഇതിൽ ഹൈഡ്രേഷൻ തരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പിന്നെ ഞാൻ ഈ കെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെയും ഈ അടുത്തിടയ്ക്കാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചത് 4 പ്രോഡക്റ്റ് ആണ്. ഈ ഒരു ഡിയാൽബയുടെ ഈ ഒരു മോയ്സ്ചറൈസർ, പിന്നെ ബ്യൂട്ടി ഓഫ് ജോസിന്റെ ഒരു ഗ്ലോയിങ് ഫേസ് മാസ്കും, ഒരു ടേർട്ടർ ഫൗണ്ടേഷൻ, പിന്നെ ഒരു ലിപ് ബാമും വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ 4 പ്രോഡക്ട്സും ഞാൻ യൂസ് ചെയ്തിട്ട് ഷോർട്സ് ആയിട്ടും ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഫാർ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇതേ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, 2 ചേമ്പർ പോലെ. ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേറ്ററും ഉണ്ട്. നമ്മളിത് ഇവിടെ നിന്ന് ഇങ്ങനെ തുറക്കുമ്പോൾ ഇത് സെറം, ഇത് മോയ്സ്ചറൈസർ. ഇത് എന്ത് സെറമാണെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, പക്ഷെ അടിപൊളിയാണ് സാധനം. ഒരു ഹണി പോലത്തെ ഒരു ടെക്സ്ചറാണ്. ഇത് ഞാനിപ്പോൾ ഫേസിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് എമൗണ്ട് എടുത്താൽ മതി കേട്ടോ, നന്നായിട്ട് ഇത് മോയ്സ്ചറൈസ് ആവും. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തോരം നന്നായിട്ട് മുഖം ഹൈഡ്രേറ്റ് ആയിട്ടുണ്ടെന്നുള്ളത്. അടുത്ത നമുക്ക് ഇതിൻ്റെ ആ ക്രീമും കൂടെ തേച്ച് കൊടുക്കാം. ഒരു ചെറിയ നല്ലൊരു മണവും ഉണ്ട് കേട്ടോ ഇതിന്. ഇത് ഞാൻ കാനഡയിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ട് പറയുകയാണ്. ചില കെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് വാൾമാർട്ടിലും ചിലതൊക്കെ ആമസോണിലും കിട്ടും. പക്ഷേ ഈ പ്രോഡക്ട്സ് ഒക്കെ ഞാൻ ഓർഡർ ചെയ്തത് YSL ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിന്നാണ്. ശരിക്കും കെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു സൈറ്റാണത്. ആദ്യമായിട്ടാണ് ഞാൻ ആ ഒരു സൈറ്റിൽ നിന്ന് പ്രോഡക്ട്സ് വാങ്ങിച്ചത് കേട്ടോ. പക്ഷെ എനിക്ക് വർത്തായിട്ടാണ് തോന്നിയത്. അധികം ടൈമൊന്നും എടുക്കത്തില്ല, എന്നാലും കുറച്ചൊരു 2 weeks ഒക്കെ എടുക്കും. ശരിക്കും ഇത് കൊറിയയിൽ നിന്ന് തന്നെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എൻ്റെ ഫേസ് എന്തോരം ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ടെന്നുള്ളത്. ആ ഒരു മോയ്സ്ചറൈസിങ് എന്തോരം കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഫേസിൽ. ഇനി നമുക്ക് ഫൈനലായിട്ട് ലിപ് ബാം. ഇതാണ് ഞാൻ വാങ്ങിച്ച ലിപ് ബാം കേട്ടോ, കെ ബ്യൂട്ടിയുടെ എക്കോസോൾ എന്ന് പറയുന്ന ലിപ് ബാം ആണ്. ഇത് ഒരു ഹണി ബേസ്ഡ് ആയിട്ടുള്ള ലിപ് ബാം ആണ്. ഇതിനു മുന്നേ ഞാൻ സെഫോറയുടെ വേറൊരു ലിപ് ഓയിലാണ് യൂസ് ചെയ്തിരുന്നത്. ശരിക്കും ഇതുപോലെ തന്നെ കൺസിസ്റ്റൻസിയും ആ ഒരു ഹൈഡ്രേറ്റിംഗും ഒക്കെയാണ്. ഇതിന്റെ ആ ഒരു പ്രോഡക്റ്റിന്റെ ശരിക്കും ചീപ്പ് ഓൾട്ടർനേറ്റീവ് ആണിത്. അതിനെക്കുറിച്ച് ഞാനൊരു ഷോർട്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ നൈറ്റിലെ സ്കിൻ റൊട്ടീൻ. ഇനി ഞാൻ ചെയ്യുന്ന അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇൻവെസലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പല്ലിന് ചെറിയൊരു മിസ്അലൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നൈറ്റിൽ ഞാൻ കിടക്കാൻ നേരത്ത് അതിൻ്റെ റീറ്റെയിനർ ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ശരിക്കും ഇൻവെസലൈൻ ഞാൻ യൂസ് ചെയ്തത് 2 years മുന്നേ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് റീറ്റെയിനർ ഞാൻ 1 year സ്ട്രെയിറ്റ് ആയിട്ട് ഫുൾ യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പം ഞാൻ നൈറ്റിൽ കിടക്കാൻ നേരം മാത്രമേ ആ ഒരു റീറ്റെയിനർ ഇടാറുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഇൻവെസലൈൻ്റെ റീറ്റെയിനർ. ഇത് ഞാനൊന്ന് അപ്ലൈ ചെയ്യുവാണ്. ഇനി എനിക്ക് 2 കാര്യങ്ങളും കൂടിയാണ് ചെയ്യാനുള്ളത്. അത് ഇനി നമുക്ക് ബെഡിൻ്റെ അവിടെ പോയിട്ട് ചെയ്യാം. റീറ്റെയിനർ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് ബെഡ് സൈഡിൽ പോയിട്ട് കാണാം. ഞാൻ ബെഡിൽ പോകുന്നതിന് മുന്നേ ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഈ വാസലിൻ. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ എൻ്റെ കാലിലെല്ലാം ഇങ്ങനെ വൈറ്റ് പാച്ചസ് ഇങ്ങനെ വരാറുണ്ട്. എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നൈറ്റിൽ വാസലിൻ അപ്ലൈ ചെയ്യാറുണ്ട്. ഈവൻ മോയ്സ്ചറൈസർ നേരത്തെ കുളിച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്തതാണ്, എന്നിട്ട് കാലം ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വാസലിൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. മാത്രമല്ല രാത്രി എനിക്ക് ഇവിടെ നന്നായിട്ട് തണുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ട് സോക്സ് ഇട്ടിട്ട് കിടക്കും. അപ്പോൾ രാവിലെ ഇത് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിരിക്കും കാല്. ഇതൊരു 2-3 ദിവസം വരെയൊക്കെ ഇരിക്കും കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസ് വൺസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ ഇന്ന് ഞാനിത് ഇട്ടിട്ട് കിടന്നാൽ അടുത്തൊരു 3 ദിവസത്തേക്ക് ഞാനിപ്പോൾ നൈറ്റിൽ വന്നിട്ട് വെറുതെ സോക്സ് ഇട്ട് കിടന്നാലും കാലിൽ ആ ഒരു മോയ്സ്ചറൈസിങ് കാണും. അപ്പോൾ അത് ഈ വിരലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ആ ഒരു വൈറ്റ് കളർ ആവുന്നത് ഉണ്ടാവില്ല. ഞാൻ സോക്സ് ഇടുവാണ്. വാസലിൻ്റെ അടുത്ത കാലിലും കൂടി അപ്ലൈ ചെയ്യുവാണ്.
സോക്സ് ഇടുവാണ് ഈ കാലിലും. അപ്പോൾ ദേ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എത്തിയിരിക്കുകയാണ്. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതൊരു സിൽക്ക് ഹെയർ റാപ്പാണ്. ഇതെൻ്റെ ഹെയർ ഒത്തിരി ലോസ് ആയ ടൈമിൽ ഞാൻ വാങ്ങി തുടങ്ങിയതാണ്. പക്ഷേ ഇത് ഹെയർ ഫോൾ നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. കാരണം ഇത് വെച്ച് ടൈ ചെയ്ത് നമ്മളങ്ങ് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ ഈ പില്ലോയിലൊക്കെ ഒത്തിരി ഇങ്ങനെ ഹെയർ ഫോൾ ആയിരിക്കുന്നത് ഇപ്പം കാണാനേ ഇല്ല. ഈവൻ ഒന്നോ രണ്ടോ മുടിയെങ്ങാനും കൊഴിഞ്ഞ് ഇതിനകത്ത് വീണാലേ ഉള്ളൂ. ഞാൻ ഹെയർ ലൂസ് ആക്കിയിട്ടാൽ ഇപ്പം ഞാൻ ഹെയർ ഇതുപോലെ ഇങ്ങനെ ടൈ ചെയ്തിട്ടാൽ ഇപ്പം മോർണിംഗിലൊന്നും ഹെയർ കാണാറില്ല ഇതിനകത്ത്. ഇത് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. മുടിയെല്ലാം ഇതിനകത്ത് വച്ചിട്ട് നമുക്കിതൊന്ന് ടൈ ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ബെഡ് ടൈം റുട്ടീൻ. ഇത് ഞാൻ മിക്ക ദിവസവും ചെയ്യാറുണ്ട് മുടങ്ങാതെ. പിന്നെ ലോങ് അവേഴ്സൊക്കെ ജോലി കഴിഞ്ഞ് വരുന്ന ഡേയ്സിലൊക്കെ ഇതിൽ ചില സ്റ്റെപ്പൊക്കെ, അതായത് കാലിൽ വാസലിൻ ഇടുക, അങ്ങനത്തെ സ്റ്റെപ്പൊക്കെ മുടങ്ങി പോകാറുണ്ട്. പക്ഷെ സ്കിൻ കെയർ പക്കായിട്ട് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.